നമസ്കാരം. H4 ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദയാരോഗ്യത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ LDLC കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ഹൃദ്രോഗങ്ങളിലേക്കും സ്ട്രോക്കിലേക്കും വരെ നയിക്കാവുന്ന എതെറോസ്ക്ലിറോസിസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാം. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന LDL കൊളസ്ട്രോളിൻ്റെ ഉയർന്ന അളവ് ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപകട ഘടകങ്ങളിൽ ഒന്നാണ്. രക്തത്തിലെ ഉയർന്ന LDL കൊളസ്ട്രോൾ സാധാരണമായി ഒരു നിശബ്ദ രോഗമാണ്. പ്രായമാകുന്നതോടൊപ്പം രോഗവും വർദ്ധിക്കുന്നു. കാലക്രമേണ ഇത് ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടാൻ ഇടയാക്കും. പൊതുവെ രോഗികൾക്ക് ഹൃദ്രോഗങ്ങളിൽ കൊളസ്ട്രോളിൻ്റെ പങ്കിനെക്കുറിച്ച് അറിയാമെങ്കിലും ഉയർന്ന LDL കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നത് ആജീവനാന്ത പ്രക്രിയയാണെന്ന അവബോധം പലർക്കുമില്ല. പലരും തങ്ങൾക്ക് സൗഖ്യം തോന്നി തുടങ്ങിയാൽ LDL കൊളസ്ട്രോളിനുള്ള മരുന്ന് നിർത്താറുണ്ട്. LDL കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രണത്തിലായതിനാൽ പ്രശ്നം പരിഹരിച്ചു എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന് LDL കൊളസ്ട്രോൾ ലെവൽ പതിവായി പരിശോധിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഉയർന്ന LDL കൊളസ്ട്രോളിന് പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. അതിനാൽ തന്നെ LDL കൊളസ്ട്രോളിനെ നിശബ്ദ കൊലയാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ ധമനികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവ അടയുകയും ചെയ്യുന്നു. എന്നാൽ രോഗികൾക്ക് ഇത് അനുഭവപ്പെടണമെന്നില്ല. ഇതിലൂടെ രോഗികൾ സുരക്ഷിതരാണ് എന്ന തരത്തിലുള്ള തെറ്റായ ബോധം അവർക്ക് നൽകുകയും അതുകൊണ്ട് പലരും കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്ന് ഉപയോഗം നിർത്തുകയും ചെയ്യുന്നു. LDL കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കുന്നതിന് ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം നിർദ്ദേശിച്ച മരുന്നുകളും കൃത്യമായി ഉപയോഗിക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയുണ്ടെന്ന് കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ CSAയുടെ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. LDL കൊളസ്ട്രോൾ അളവുകൾ സ്ഥിരമായി നിരീക്ഷിക്കുക, മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുക എന്നിവയിലൂടെ വ്യക്തികൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.